അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹ് അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാരെ, നമ്മുടെ പ്രഭാത വെളിച്ചം 548 ദിവസം അൽഹംദുലില്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ തിരുദൂതർ പഠിപ്പിക്കുകയാണ്, ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹു ചെയ്യുന്നത് എന്താണ് എന്ന്. അൻ മുആവിയത റളിയല്ലാഹു അൻ ഖാല സമഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ. മുആവിയ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്. മഹാനവറുകൾ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ. ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു ഒരു നന്മ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവനെ മതത്തിൽ വലിയ പണ്ഡിതനാക്കുമെന്ന്, മതവിജ്ഞാനം നൽകി അള്ളാഹു ആദരിക്കുമെന്ന്. അള്ളാഹു അങ്ങനെയുള്ള ആളുകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വ ഇന്നമാ അന ഖാസിമുൻ, തീർച്ചയായും ഞാൻ ഒരു വിഹിതം വെക്കുന്നവൻ മാത്രമാണ്. വല്ലാഹു യുഅതി, അള്ളാഹുവാണ് നൽകുന്നവൻ. ഞാൻ ഈ വിജ്ഞാനത്തെ ഇങ്ങനെ ഓഹരി ചെയ്ത് ആളുകളിലേക്ക് വിഹിതം വെക്കുന്നവനാണ്, അള്ളാഹുവാണ് വിജ്ഞാനം നൽകുന്നവൻ. വലൻ തസാല ഹാദിഹിൽ ഉമ്മത്തു ഖായിമത്തുൻ അലാ അംരില്ലാഹി തആല, തീർച്ചയായും എൻ്റെ സമുദായം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നതിലായിക്കൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ലാ യദുർറുഹും മൻ ഖാലഫഹും ഹത്താ യഅതിയ അംറുല്ലാഹ്. എതിരാളികളുടെ ഉപദ്രവം, അവരോട് എതിര് നിൽക്കുന്ന ആളുകളുടെ പ്രയാസങ്ങൾ അവർക്കൊരു പ്രശ്നമേ ആവുകയില്ല അള്ളാഹുവിൻ്റെ കൽപ്പന വരുന്നത് വരെയെന്ന്. അള്ളാഹുവിൻ്റെ കൽപ്പന എന്ന് പറഞ്ഞാൽ അന്ത്യദിനം സംഭവിക്കുന്നത് വരെയെന്ന്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്, അള്ളാഹുവിൻ്റെ തിരുദൂതർ പറയുന്നതിൻ്റെ പൊരുൾ, ഏതെങ്കിലും ഒരാളിൽ നന്മ അള്ളാഹു ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻക്ക് നല്ല മതവിജ്ഞാനം നൽകും, ഇൽമിയായി അവനെ ഉയർത്തുക തന്നെ ചെയ്യുമെന്നാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരെ, നമ്മുടെ മക്കളെ, വേണ്ടപ്പെട്ടവരെയൊക്കെ നാഫിയായ ഇൽമിൻ്റെ വക്താക്കളാക്കാൻ, മതവിജ്ഞാനം നൽകുന്നതിൽ നമ്മളേറെ പരിശ്രമശാലികളായിരിക്കണം. അതവർക്ക് അള്ളാഹുവിൽ നിന്ന് ഖൈർ ലഭിക്കാനുള്ള മാർഗങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അങ്ങനെ അള്ളാഹുവിൽ നിന്നുള്ള വിജ്ഞാനത്തിൻ്റെ വെളിച്ചം ഒരു മനുഷ്യൻക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, പരമാവധി മതവിജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞാൽ, അവനക്ക് ഒരുപാട് പഠിക്കാൻ കഴിഞ്ഞാൽ, എന്ത് പ്രതിസന്ധി വന്നാലും അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിലാക്കുന്നതിലായിക്കൊണ്ടേയിരിക്കും, അതിൽ നിന്നവൻ പിന്മാറുകയില്ല. എന്നാൽ പ്രതിസന്ധികൾ വരുമ്പോൾ പിന്മാറുന്ന ആളുകളുണ്ട്. നന്മയുടെ വിജ്ഞാനത്തിൻ്റെ വെളിച്ചം വേണ്ട രീതിയിൽ ലഭിക്കാത്ത ആളുകൾ, അവരോട് ആരെതിരായാലും അവരെ ആര് ഉപദ്രവിച്ചാലും അതവർക്കൊരു പ്രശ്നമേ ഇല്ല. കാരണം വിജ്ഞാനത്തിൻ്റെ വെളിച്ചം അവർക്കുണ്ട്. അവരെ വഴി നടത്തുന്നത്, അവർക്ക് മാർഗം കാണിച്ചു കൊടുക്കുന്നത്, അവരെ സന്മാർഗത്തിൻ്റെ പ്രകാശമുള്ള വഴിയിലേക്ക് എത്തിക്കുന്നത് ഈ നന്മയുടെ വിജ്ഞാനമാണ്. ഈ വിജ്ഞാനം എത്രമാത്രം നേടിയെടുക്കാൻ കഴിയുന്നുവോ അത്രമാത്രം. ചില മഹത്തുക്കളൊക്കെ മരണം വരെ അവർ ഇൽമിൻ്റെ വഴിയിൽ ഒരു വിദ്യാർത്ഥിയായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതഅല്ലിമീങ്ങളോടും പറയാനുള്ളത്, നമ്മൾ അള്ളാഹുവിൽ നിന്നുള്ള ഖൈറിൻ്റെ വഴികൾ പരമാവധി ലഭിക്കാനുള്ള പരിശ്രമം നടത്തണം. പരമാവധി ഇൽമ് സ്വായത്തമാക്കാനുള്ള ത്യാഗങ്ങളും പരിശ്രമങ്ങളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അങ്ങനെ വരുമ്പോൾ നാം ഇൽമിയായ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തും പിശാച്. പഠനത്തോട് താല്പര്യം കുറയും. അപ്രകാരം തന്നെ പഠിക്കുന്ന മേഖലയിൽ ഒരുപാട് ന്യൂനതകൾ കണ്ടെത്താൻ പിശാച് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പഠിക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ സ്വസ്ഥതയില്ല, അവിടുത്തെ ഭക്ഷണം പറ്റുന്നില്ല, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ അത് ഉപകാരപ്രദമല്ല, തൻ്റെ കൂടെ പഠിക്കുന്നവർ തനിക്ക് എതിരായി മാറുകയാണ്. ഇങ്ങനെ പല രീതിയിലും ഈ നന്മയുടെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ നമ്മൾ ഉറക്കെ ചിന്തിക്കേണ്ടത്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു ഫിദ്ദീൻ എന്നുള്ള ഈ വചനത്തിൻ്റെ പൊരുളാണ്. അള്ളാഹു ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവൻക്ക് മതത്തിൽ വലിയ പാണ്ഡിത്യം നൽകുമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, നല്ല വിജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണമേ റഹ്മാനെ. ജീവിതത്തിൽ കൂടുതൽ വെളിച്ചം ആ ഒരു വിജ്ഞാനത്തിൻ്റെ വഴിയിലൂടെ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് നീ വഴിയൊരുക്കി തരണമേ റഹ്മാനെ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കുകയും ആക്കിബത്ത് നന്നാക്കുകയും ചെയ്യണമേ റബ്ബേ.
അള്ളാഹുവെ ഞങ്ങളുടെ രോഗങ്ങൾക്ക്, ഞങ്ങളിലുള്ള രോഗികളുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണമേ അല്ലാ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ റബ്ബേ. നിൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി തരണമേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അറിയിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.